Political Grand Finale. Co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് ഉണരും മുമ്പ് തന്നെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ അവകാശവാദം എന്നത് ചാർസൂപ്പാർ എന്നുള്ളതായിരുന്നു. അതായത് 400-ന് മുകളിൽ എന്ന നേട്ടം. ആ സമയത്ത് പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ സർവേകളിൽ ബഹുഭൂരിപക്ഷവും NDAയുടെ BJPയുടെ അവകാശവാദത്തെ ശരിവെക്കുന്നതായിരുന്നു. അതായത് മുന്നണി 400-ലധികം സീറ്റുകൾ നേടും എന്ന്. നമുക്കറിയാം, 1.5 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ 7 ഘട്ടമായാണ് നമ്മുടെ രാജ്യം ജനവിധി എഴുതിയത്. കഴിഞ്ഞ ദിവസം 7ാം ഘട്ടം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിപ്രായ സർവേകളിൽ 400-ന് മുകളിലേക്ക് പോകും എന്നായിരുന്നു NDAയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ എങ്കിൽ എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ അതല്ല കാണുന്നത്. 400-ന് അടുത്തേക്കെത്താനുള്ള സാധ്യത മാത്രമാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പല ഘട്ടങ്ങളിലും വിഷയങ്ങൾ മാറിമറിഞ്ഞിരുന്നു. ആദ്യ 3 ഘട്ടം പൂർത്തിയായപ്പോൾ ആണ് ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതോടെ ആ ആത്മവിശ്വാസം ഇരട്ടിച്ചോ എന്ന് പോലും സംശയിക്കുന്നു. ഇപ്പോഴിതാ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എന്നാൽ ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലേറുക എളുപ്പമാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴും ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നത് 295 സീറ്റുകൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പോക്കറ്റിൽ എത്തും എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി 400-ൽ അധികം സീറ്റുകൾ അവകാശപ്പെടുന്നത്? NDAക്ക് 400-ൽ അധികം സീറ്റുകൾ നേടാൻ സാധിക്കുമോ? കൂടിയാൽ NDAക്ക് എത്ര സീറ്റ് ലഭിക്കും? കുറഞ്ഞാൽ എത്രയായി അത് താഴാം? ഇന്ത്യ മുന്നണി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നത്? കേവല ഭൂരിപക്ഷം മറികടക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമോ? ഇനിയുള്ള 1 മണിക്കൂറുകൾ ഞങ്ങൾ പ്രവചനങ്ങളിലേക്ക് അല്ല പോകുന്നത്, മറിച്ച് ഡേറ്റകളുടെ, വിവരങ്ങളുടെ, ഇന്നലകളുടെ ചരിത്രം കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇനിയുള്ള മണിക്കൂറിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എന്നോടൊപ്പം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, സ്വാഗതം കാൽക്കുലേറ്ററിലേക്ക്. രാഗേഷ്, നമുക്ക് പറയേണ്ടത് കണക്കുകൾ ആണ്. രാഗേഷിനെ സംബന്ധിച്ചിടത്തോളം, രാഗേഷ് ഇതിനു മുമ്പ് തന്നെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. വോട്ടിലൂടെ വളർന്ന ഇന്ത്യ എന്ന ഒരു ബുക്ക് തന്നെ രാഗേഷ് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രാഗേഷ്, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കണക്ക് പ്രേക്ഷകരോട് പറയുമ്പോൾ ഒരുപാട് ചരിത്രത്തിലേക്ക് പോയാൽ ആ ഡേറ്റകളൊക്കെ പറയുക എന്നത് പ്രയാസകരമാണ്. നമുക്ക് 2019-മായി താരതമ്യം 2019-മായി താരതമ്യം ചെയ്യുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നുന്നു. അവിടെ ആദ്യം പരിശോധിക്കേണ്ടത് NDAക്ക് കൂടിയാൽ എത്ര എന്നുള്ളതാണ്. NDAയുടെ അവകാശവാദം 400 എന്നുള്ളതാണല്ലോ. രാഗേഷിന്റെ ഒരു പൊതു കണക്കുകൂട്ടലിലേക്ക് ആദ്യം പോവുകയാണ്. അങ്ങനെ ഒരു മാജിക് നമ്പർ മറികടക്കാനുള്ള ശേഷി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ NDA? അഭിലാഷ്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒറ്റ തവണ മാത്രമാണ് ഒരു രാഷ്ട്രീയ കക്ഷി 400 സീറ്റിന് മുകളിൽ നേടിയിട്ടുള്ളത്. അത് 1984-ൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അന്ന് 404 സീറ്റ് കോൺഗ്രസ് നേടുന്നത്. അതിന് മുൻപോ അതിനുശേഷമോ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും 400-ന് മുകളിൽ സീറ്റ് നേടിയിട്ടില്ല. കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്ത്, നെഹ്റുവിന്റെ കാലത്ത് 52-ൽ 364 സീറ്റായിരുന്നു. 57-ൽ അത് 371ആയി. അപ്പോൾ പോലും 400 എന്നൊരു നമ്പറിലേക്ക് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിയോ എത്തിയിട്ടില്ല. പക്ഷേ അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അത് ER സൂചിപ്പിക്കുന്നത് പോലെ ഇന്ദിരാഗാന്ധിയുടെ മരണമുണ്ടാക്കിയ രാജ്യവ്യാപകമായി ഉണ്ടാക്കിയ ഒരു ചലനം കൂടിയായിരുന്നില്ലേ?
തീർച്ചയായും, അതായത് ഒരു ഇന്ദിരാ തരംഗമായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിച്ചത്. ആ തരംഗത്തിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമുണ്ടായ ആ തരംഗത്തിൽ, കോൺഗ്രസ് അനുകൂല തരംഗത്തിലായിരുന്നു അന്ന് 404 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിയത്. പിന്നീട് കോൺഗ്രസ് പടിപടിയായി കോൺഗ്രസ് സീറ്റുകൾ ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ കുറെ എന്താണ് കണ്ടത്. പക്ഷേ ഇത്തവണ ഈ 400 സീറ്റ് എന്ന ചർച്ചയിലേക്ക് വരുന്നത് BJPയുടെ പ്രചാരണമാണ്. പ്രത്യേകിച്ച് 400 സീറ്റിന് മുകളിൽ NDAക്ക് എന്ന അവരുടെ പ്രചാരണ മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പോലും നമ്മൾ ആ കണക്കിലേക്ക് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഒപ്പം നിൽക്കും, എവിടെയൊക്കെ സീറ്റുകൾ കൂടുതൽ കിട്ടും, അതാണ് ഏതായാലും നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാകേഷ്, ഏത് സംസ്ഥാനങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ആദ്യം പോകേണ്ടത് UPയിലേക്ക് തന്നെയല്ലേ? കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ള സംസ്ഥാനം എന്നത് ഉത്തർപ്രദേശാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു പക്ഷേ ഈ 2024 എന്നുള്ളതല്ല, കാലങ്ങളായി BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ അജണ്ടയായിരുന്നല്ലോ രാമക്ഷേത്രം ഉൾപ്പെടെ. അയോധ്യ നിർമ്മിക്കപ്പെട്ടതോടെ അതായിരിക്കും ഹൈലൈറ്റ് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എങ്കിൽ പ്രചാരണം ആരംഭിച്ചതോടെ ആ വിഷയങ്ങളൊക്കെ മാറി. അപ്പോൾ UPയിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടേ രാകേഷ്? തീർച്ചയായും അഭിലാഷ്, UPക്ക് പല രാഷ്ട്രീയപരമായ പല പ്രത്യേകതകളുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം എന്ന പ്രത്യേകത തന്നെയാണ്. കാരണം 80 സീറ്റുകൾ. 80 സീറ്റുകൾ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയാറുള്ളത്, ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളത് UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നുള്ളതാണ്. BJP 2014-ലും 2019-ലും അത് തന്നെയാണ് ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്ക് UPയുടെ 2019-ലെ കണക്കുകൾ പരിശോധിക്കാം. ശരി, 2019-ൽ UPയിലേക്ക് പോകുമ്പോൾ ഇതാണ് UPയുടെ പൊതുചിത്രം. അതായത് UPയിൽ ആകെ 80 സീറ്റ്, അതിൽ NDA 64 സീറ്റ് നേടുന്നു. BSP മത്സരിച്ചത് സഖ്യമായിട്ടാണ്, സമാജ്വാദി പാർട്ടി സഖ്യമായാണ്. BSP അന്ന് 10 സീറ്റ് നേടുന്നു. ഇന്ത്യ സഖ്യത്തിൽ 6 സീറ്റാണ് നൽകിയിട്ടുള്ളത്. അതായത് സമാജ്വാദി പാർട്ടിയുടെ കണക്ക് കൂടി ഉൾപ്പെടുത്തിയാണ് ഏതായാലും ആ നമ്പർ ഉൾപ്പെടുത്തിയുള്ളൂ. അങ്ങനെ സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റ്, റായ്ബറേലിയിൽ സോണിയാഗാന്ധി വിജയിക്കുന്നു. അങ്ങനെയാണ് കണക്കുകൾ. അതായത് 80-ൽ 64 സീറ്റ് നേടിക്കൊണ്ട് BJPയുടെ വിജയത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് UP ആയിരുന്നു. അങ്ങനെയെങ്കിൽ രാകേഷ്, അവിടെ 52% വോട്ടുകൾ ആണ് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ചത്. അപ്പോഴും 64 എന്നതിലേക്കാണ് എത്തുന്നത്. ആ നമ്പർ പരമാവധി ഉയർത്താനായാൽ എവിടെ വരെ? അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് ആയിരുന്നു ആദ്യം പ്രചാരണം തുടങ്ങുന്നത്. ഒരു അനൌദ്യോഗികമായ ഒരു ക്യാമ്പയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയതും അവിടെ നിന്നാണ്. പിന്നീടാണ് രാമക്ഷേത്രം ശിലാസ്ഥാപനം അടക്കം നടക്കുന്നത്. അപ്പോൾ BJP ഇത്തവണ കണക്കൂട്ടുന്നു അത് തന്നെയാണ്, UPയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത്. കാരണം ഈ 64 എന്ന് പറയുന്ന കണക്ക് ഒരുപക്ഷെ 70-ന് മുകളിൽ ഉയർത്താനുള്ള നീക്കമായിരിക്കും BJP സ്വാഭാവികമായും നടത്താൻ പോകുന്നത്. അതിന് കാരണം 2014-ലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 73 സീറ്റ് BJP 2014-ൽ നേടിയിട്ടുണ്ട്. അപ്പോൾ UPയിൽ കഴിഞ്ഞ തവണ കുറഞ്ഞ 16 സീറ്റുകളിൽ പരമാവധി നേടുക. അങ്ങനെ നേടിയാൽ മാത്രമായിരിക്കും UPയിൽ നിന്നൊരു പരമാവധി നേട്ടം സമാഹരിച്ചുവെന്ന് ഏതായാലും BJPക്ക് വിലയിരുത്താൻ കഴിയൂ. 64 ആ സംഖ്യ ഉയർത്താനായിരിക്കും, 70-ന് മുകളിൽ ഉയർത്താനുള്ള നീക്കമായിരിക്കും BJPയുടെ ഭാഗത്ത്. തീർച്ചയായും നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് പോകാം. അതായത് ഇവിടെ ER രാകേഷ് പറഞ്ഞു വെക്കുന്നത് 400 സീറ്റുകളിലേക്ക് NDA പോകണമെങ്കിൽ അവിടെ പരമാവധി സീറ്റുകൾ. രാകേഷ്, പക്ഷേ നമ്മുടെ എക്സിറ്റ് പോളിൽ 71 വരെ എന്നുള്ളതാണ് കാണുന്നത്. 64-ൽ നിന്ന് 7 സീറ്റുകൾ വരെ, ഏറ്റവും കൂടിയാൽ 68, അതായത് കഴിഞ്ഞ തവണയുമായി താരതമ്യം ചെയ്യുമ്പോൾ 4 സീറ്റുകൾ കൂടാം, ഏറ്റവും കൂടിയാൽ 71. അതിനപ്പുറത്തേക്ക് പോകേണ്ടി വരുമല്ലേ? അതെ, 70-ന് മുകളിൽ ഒരു സീറ്റ് തന്നെയായിരിക്കാം BJP UPയിൽ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ന്യൂസ് 18 എക്സിറ്റ് പോളുകളും അത്തരമൊരു സൂചന നൽകുന്നു. അതായത് അവിടെ ഇന്ത്യ സഖ്യമുണ്ട് എങ്കിൽ പോലും 68 മുതൽ 71 സീറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പരമാവധി 7-8 സീറ്റുകൾ വരെ കൂടാം എന്നുള്ളത് തന്നെയാണ്. NDA സംബന്ധിച്ച് അവരുടെ മുന്നേറ്റത്തിന് അനുകൂലമായ ഒരു ഫാക്ടറാണ്. തീർച്ചയായും. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല സാഹചര്യം. ഇത്തവണ ഇന്ത്യ മുന്നണിക്കും വലിയ തോതിൽ നേട്ടം കൊയ്യാൻ ഉത്തർപ്രദേശിൽ സാധിക്കുമെന്ന പൊതു നിരീക്ഷണം ഇന്ത്യ മുന്നണിക്കുണ്ട്. കാരണം നേരത്തെ തന്നെ ER രാകേഷ് സൂചിപ്പിച്ചു, SP-യും
കോൺഗ്രസും ചേർന്നുകൊണ്ട് ഇത്തവണ മാറ്റുരയ്ക്കുന്നു. പക്ഷേ BSP അവിടെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 10 സീറ്റുകളിൽ BSPക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. BSP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടല്ല ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നത് എന്നത് പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് എന്നതിനെയാണ് ER രാഗേഷ് നമ്പർ 1 എന്ന തരത്തിൽ തന്നെ, അതായത് 400+ എന്ന നിലയിലേക്ക് NDA പോകണമെങ്കിൽ ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി നേടുക എന്നുള്ളതാണ് ER നടത്തുന്ന നിരീക്ഷണം. ഒപ്പം നമുക്ക് അടുത്തതായി പരിശോധിക്കേണ്ടത് സ്വാഭാവികമായും രാജസ്ഥാനാണ്. ഹിന്ദി ഹൃദയഭൂമിയുടെ തന്നെ ഭാഗമായി വരുന്ന രാജസ്ഥാൻ BJPക്ക് പണ്ട് മുതൽ, അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുതൽ സ്വാധീനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ആണ് രാജസ്ഥാൻ എന്നത്. രാജപരമ്പരകൾക്ക് വലിയ പ്രാധാന്യം ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ER രാഗേഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി നമുക്ക് എങ്ങനെ താരതമ്യം ചെയ്യേണ്ടി വരുന്നു രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തെ ഇത്തവണ? അഭിലാഷ്, 2014-ലും 19-ലും മുഴുവൻ സീറ്റിലും NDA വിജയിച്ച ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2014-ൽ 25 സീറ്റ്. 2019-ലേക്ക് വരുമ്പോൾ ഇതാണ് 2019-ലെ രാജസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപടം. ഇതിൽ ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള മണ്ഡലം അത് RLP ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് RLP NDAയുടെ ഭാഗമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് RLP ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത്. അങ്ങനെ 25-ൽ 25 നേടിക്കൊണ്ടാണ് വലിയ മുന്നേറ്റം രാജസ്ഥാനിൽ നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഈ 400-ന് മുകളിൽ നേടണമെങ്കിൽ, BJPക്ക് 370-ന് മുകളിൽ നേടണമെങ്കിൽ രാജസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ വലിയ സംസ്ഥാനങ്ങളുടെ, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ ആദ്യ 8-ൽ വരുന്ന ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. 25 സീറ്റ് എന്ന് പറയുന്നത് നിർണായകമാണ്. പക്ഷെ അപ്പോൾ പോലും ഇന്ത്യ മുന്നണി അവിടെ എന്ത് നടത്തും, അല്ലെങ്കിൽ ആ സീറ്റുകൾ പോവാതിരിക്കുക എന്നുള്ളതാണ് രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എക്സിറ്റ് പോൾ, മെഗാ എക്സിറ്റ് പോൾ, രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവെച്ച് പോകേണ്ടതുണ്ട്. അതായത് ER രാഗേഷ് പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്രകാരമാണോ NDAയും BJPയും വലിയ മുന്നേറ്റം നടത്തിയത് അത് ആവർത്തിക്കപ്പെടണം. അവിടെ നിന്ന് സീറ്റ് നഷ്ടം ഉണ്ടായാൽ ഈ പറയുന്ന 400-ലേക്ക് എത്തുന്ന കണക്കുകൾ അവിടെ ചേർന്ന് നിൽക്കാൻ BJPക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ, രാകേഷ്, നമ്മുടെ എക്സിറ്റ് പോൾ ഫലം ശ്രദ്ധിക്കുക. അവിടെ ഇന്ത്യ സഖ്യത്തിന് 2 മുതൽ 7 വരെ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ കോട്ടയിൽ വിള്ളൽ വീഴും, അല്ലെങ്കിൽ വിള്ളൽ വീഴ്ത്താൻ സാധിച്ചേക്കുമെന്നുള്ളതാണ്. എന്നാൽ 18 മുതൽ 23 വരെ സീറ്റുകൾ നേടിയേക്കാം. ഏതാണ്ട് 2019-ലേതിന് സമാനമായ ഒരു മികവ് NDA പുലർത്തിയേക്കാം എന്നും ഡോക്യുമെന്റ് അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. അഭിലാഷ്, ഇത് ഈ കണക്കുകൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുമ്പോൾ 23 സീറ്റ് വരെ നേടാൻ സാധിച്ചാൽ NDA സംബന്ധിച്ച് അത് ആശ്വാസകരമാണ്, നേട്ടമാണ് എന്ന് പറയാം. കാരണം അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്, സമീപകാലത്താണ് ഭരണത്തിൽ വന്നത്. പക്ഷേ 18-ലേക്ക് താഴുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായി വിലയിരുത്തേണ്ടി വരും. കാരണം 2014-ൽ 282 സീറ്റുമായി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ രാജസ്ഥാനിൽ നേരത്തെ പറഞ്ഞ പോലെ 25 സീറ്റും വിജയിച്ചത് BJP ആയിരുന്നു. ആ പ്രകടനം 2019-ലും ആവർത്തിക്കപ്പെടുന്നു. രാജസ്ഥാനിൽ 7 സീറ്റ് വരെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ കുറവ് ഏത് സംസ്ഥാനത്ത് നികത്തും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് നമുക്ക് വരും മിനിറ്റുകളിൽ പരിശോധിക്കാം. തീർച്ചയായും. അതുകൊണ്ട് തന്നെ, അതായത് പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്, കൂടുതൽ ആശയക്കുഴപ്പത്തിലാകുന്ന കണക്കുകളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒന്നായിരിക്കും. ഇനി എടുത്തു പറയേണ്ടത്, അതായത് പൊതുവെ BJP NDA വലിയ ആത്മവിശ്വാസം പുലർത്തുന്നത് ഉത്തരേന്ത്യയിലാണ് എങ്കിൽ നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരോട്ടം നടത്താൻ സാധിച്ചിട്ടുള്ള സംസ്ഥാനം എന്നത് കർണാടകമാണ്. കർണാടകത്തിൽ വലിയ നേട്ടം ആണ് BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെയും നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കർണാടകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയ പശ്ചാത്തലമുണ്ട്. അപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ജനങ്ങൾ മറ്റൊന്നാണ് ചിന്തിക്കുന്നത്, അതാണ് ചരിത്രം എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. നമുക്ക് വീണ്ടും രാകേഷിലേക്ക് പോകുമ്പോൾ, രാകേഷ്, ഈ കർണാടകം എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുപോലെ ചിന്തിക്കുന്ന സംസ്ഥാനമല്ല എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. രാകേഷിന് ഇന്നലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കർണാടകം, അതാണല്ലോ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരോട്ടമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനം. അവിടെ നിന്നുള്ള കണക്കുകൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് 400 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ BJPയെ സംബന്ധിച്ചിടത്തോളം?
കർണാടക ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണെന്ന് മാത്രമല്ല BJP നേതാക്കൾ, പ്രത്യേകിച്ച് അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടിയായി മാറും BJP എന്നുള്ളതാണ്. ആ ഒരു അവകാശവാദത്തിന് അടുത്തെങ്കിലും എത്താൻ കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രകടനം BJP ആവർത്തിച്ചേ തീരൂ. അതായത് 28 സീറ്റുകൾ, അതിൽ 25 വിജയിച്ചത് BJP ആയിരുന്നു. 2014 ഓർക്കണം, 2014 അത്രയൊരു മികവ് അവിടെ BJP നടത്തിയിട്ടില്ല. അന്ന് അവിടെ കോൺഗ്രസ് അധികാരത്തിലുണ്ട്. കോൺഗ്രസ് ഏതാണ്ട് 9 സീറ്റുകളിൽ അന്ന് വിജയിക്കുകയും ചെയ്തു. പക്ഷേ 2019 വരുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പിന് സമാനമായ നിലയിലുള്ള പ്രകടനം BJP കാഴ്ചവെക്കുകയാണ് കണ്ടത്. ഇതാണ് 2019 കർണാടകയുടെ രാഷ്ട്രീയ ഭൂപടം. അതായത് കർണാടക ഒന്നടങ്കം കാവി പുതച്ച് നിൽക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ. അതെ, ഇത് നോക്കുകയാണെങ്കിൽ ഇത് തെക്കൻ കർണാടകത്തിലാണ് കോൺഗ്രസിനും JDS-നും ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ നീലയിൽ കാണുന്ന മണ്ഡലം ബാംഗ്ലൂരു റൂറൽ മണ്ഡലം, അത് DK ശിവകുമാറിന്റെ അനുജൻ DK സുരേഷ് വിജയിച്ച മണ്ഡലമായിരുന്നു. തൊട്ടടുത്ത് കാണുന്ന ചാര നിറത്തിലുള്ള മണ്ഡലം അത് മാണ്ഡ്യ മണ്ഡലം. അന്ന് സുമലത സ്വതന്ത്രരായി മത്സരിച്ചു. BJP-യുടെ പിന്തുണ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് പ്രജ്വൽ രവണ, ഇപ്പോൾ ചർച്ചകൾ നിറഞ്ഞിരിക്കുന്ന പ്രജ്വൽ രവണ വിജയിച്ച ഹാസൻ, അതാണ് ഈ പച്ച നിറത്തിൽ കാണുന്ന മണ്ഡലം. ബാക്കി എല്ലാ മണ്ഡലവും ഹൈദരാബാദ് കർണാടകയും മുംബൈ കർണാടകയും ബംഗളൂരു നഗരം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും BJP-യുടെ തേരോട്ടമാണ് കണ്ടത്. പക്ഷേ BJP-ക്ക് ഈ പറഞ്ഞ രീതിയിൽ 400-ന് മുകളിൽ സീറ്റ് കിട്ടണമെങ്കിൽ, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്ത് കാട്ടണമെങ്കിൽ കർണാടകത്തിൽ അവരുടെ സീറ്റുകൾ നിലനിർത്തിയേ മതിയാകൂ. പക്ഷേ നിലവിൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിന് ശേഷവും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം, സംസ്ഥാനത്തെ സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കളുടെ ക്യാമ്പിന്റെ പ്രതികരണം, 2 ഡിജിറ്റ് നമ്പറിൽ സീറ്റുകൾ വിജയിക്കുമെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. അത് ഏതൊക്കെ എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും BJP-ക്ക് കഴിഞ്ഞ തവണത്തെ പ്രകടനം, അതായത് 25 സീറ്റിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഈ 400-ലേക്ക് എത്തുമോ എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. നമുക്ക് തീർച്ചയായും നമ്മുടെ എക്സിറ്റ് പോൾ, നിരവധിയായ എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഘട്ടത്തിൽ ഈ കണക്കുകൾ പ്രേക്ഷകരോട് സമ്മതിക്കുമ്പോൾ അതിന് ഞങ്ങൾ നടത്തിയ മെഗാ എക്സിറ്റ് പോൾ മാത്രമാണ് ഡേറ്റയായി ആധികാരികമായി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അവിടെ എന്തായാലും രാകേഷ് 26 സീറ്റുകൾ വരെ നേടിയേക്കാം. അതായത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായ തരത്തിൽ 26 വരെ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ രാകേഷ് പറയുന്നത് പോലെ BJP-ക്ക് വലിയ മോശം പ്രകടനം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കോട്ടമുണ്ടായി എന്നോ ഒന്നും വിലയിരുത്താൻ സാധിക്കില്ല. അതേസമയം രാകേഷ്, ഇന്ത്യ മുന്നണി 2 അക്കം കടക്കുമെന്നാണ് അവരുടെ അവകാശവാദമെങ്കിലും നമ്മുടെ സർവേയിൽ 7 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുമുണ്ട്. അങ്ങനെ 7 സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ 400-ലേക്ക് എത്തിക്കുക എന്നത് പ്രയാസകരമാക്കില്ലേ? അഭിലാഷ്, 2 തരത്തിലും പരിശോധിക്കാം. ഒന്ന്, 23 മുതൽ 26 സീറ്റുകൾ വരെ BJP നേടുകയാണെങ്കിൽ അത് BJP-യെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു പോയ BJP, രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണെങ്കിൽ പോലും BJP തിരിച്ചു വരുന്നു. അപ്പോൾ വീണ്ടും പാർട്ടിയുടെ കടിഞ്ഞാൺ യെഡിയൂരപ്പ കുടുംബത്തിലേക്ക് എത്തിയതിന്റെ ഗുണം BJP കണ്ടു തുടങ്ങി. പരമ്പരാഗത വോട്ട് ബാങ്കായ ലിംഗായത്ത് വോട്ട് ബാങ്കുകൾ വീണ്ടും തിരിച്ചു വന്നു എന്ന് വിലയിരുത്തപ്പെടാം. മറിച്ച് 7 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുകയാണെങ്കിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള പ്രചാരണം ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം കോൺഗ്രസിന് സാമ്പത്തികപരമായ പ്രചാരണത്തിന് പൈസയില്ലാത്ത പ്രതിസന്ധി കേരളത്തിലേതുപോലെ തന്നെ കർണാടകത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഭരണമുണ്ടെങ്കിൽ പോലും അപ്പോൾ പോലും വിജയസാധ്യതയുള്ള സീറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രകടനം. അങ്ങനെ 7 സീറ്റുകൾ വരെ നേടുക, അല്ലെങ്കിൽ 2 ഡിജിറ്റിലേക്ക് കോൺഗ്രസ് എത്തുകയാണെങ്കിൽ കോൺഗ്രസ് മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം ഗുണം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. തീർച്ചയായും നമ്മൾ പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്തത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കർണാടക സംസ്ഥാനങ്ങൾ ആണ് എങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനം എന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ അപ്രതീക്ഷിതമായ പല നീക്കങ്ങളും നടന്നിരുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉൾപ്പെടെ അവിടെ BJP സഖ്യം അധികാരത്തിൽ ഏറും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ആണ് മഹാ അഘാടി സഖ്യം BJP കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് അധികാരത്തിലേറിയത്. പക്ഷേ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ താഴെയിറക്കാനും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പിളർത്താനും വളരെ കൃത്യമായി BJP-ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ശിവസേനയെ പിളർത്താൻ BJP-ക്ക് സാധിക്കുന്നു, അതോടൊപ്പം തന്നെ NCP-യെ പിളർത്താൻ സാധിക്കുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂമി ഉഴുതുമറിക്കപ്പെട്ട അവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊരു സാഹചര്യത്തിലാണല്ലോ രാകേഷ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നത്. അവിടെ വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ആണ് നമുക്ക് പോലും പുറത്തു വന്നിട്ടുള്ളത്. സീറ്റുകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ധാരണയിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. മഹാരാഷ്ട്ര രാകേഷിന് പിടിതരുന്നുണ്ടോ?
അഭിലാഷ്, UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം അതാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയപരമായ പ്രത്യേകത. പക്ഷേ അത് മാത്രമല്ല, ഇത്തവണ ഒരുപക്ഷെ സമവാക്യങ്ങൾ ഏറ്റവും കൂടുതൽ മാറിമറിഞ്ഞ മണ്ഡലം, അതായത് രാഷ്ട്രീയ ചേരികൾ മാറിമറിഞ്ഞ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ശിവസേന രണ്ടായി പിളർന്നു, 2 മുന്നണിയുടെ ഭാഗമായി. NCP രണ്ടായി പിളർന്നു, 2 മുന്നണിയുടെ ഭാഗമായി. നമുക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 48 സീറ്റിൽ NDA 38, ഇന്ത്യ 9, മറ്റുള്ളവർ 1 എന്നാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ തവണ NDA 42, ഇന്ത്യ സഖ്യം, ഇപ്പോഴുള്ള ഇന്ത്യ സഖ്യത്തിൽ 5 സീറ്റ്, മറ്റുള്ളവർ 1. അതായത് AIMIM ആണ് ഈ 1, NCPക്ക് 4 സീറ്റ്, കോൺഗ്രസ് ഒറ്റ സീറ്റിൽ. അതായത് ശിവസേന കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം 9 എന്ന് കാണിച്ചിട്ടുള്ളത്. ശരി, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി വലിയ പ്രത്യേകതകളുള്ള സംസ്ഥാനമാണ്. BJPക്ക് പരമാവധി സീറ്റുകൾ BJP കഴിഞ്ഞ തവണ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. 5 വർഷം തുടർച്ചയായി BJP ഭരിച്ചു. അതിനുശേഷം ചെറിയ കാലയളവിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി വീണ്ടും BJPയുടെ സഖ്യ സർക്കാർ വരുന്നു. അപ്പോൾ സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അടക്കം അവിടെ നേരിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും മഹാരാഷ്ട്രയുടെ വിധി എന്നുള്ളത് ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് UP പോലെ തന്നെ പരമാവധി നിലവിൽ ലഭിച്ചിട്ടുള്ള സീറ്റുകളൊക്കെ നിലനിർത്തിയാൽ മാത്രമേ BJPക്ക് പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം അവിടെ നടത്താൻ കഴിയുകയുള്ളൂ. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതായത് ഇപ്പോൾ ഈ രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ ഈ ഡേറ്റകളിൽ കാണുന്നതനുസരിച്ച് 38 എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കണക്കുകളുമായി ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. എങ്കിൽ പോലും രാകേഷിന്റെ ഒരു വിലയിരുത്തലിൽ അവിടെ നിന്ന് ഏകദേശം എത്രത്തോളം സീറ്റുകൾ പിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പിടിച്ചാലാണ് ഇത്തരത്തിൽ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കുക? അത് ഞാൻ ടെക്നിക്കലി ചോദിക്കുന്നതല്ല, രാകേഷിന്റെ ഒരു കണക്കുകൂട്ടലാണ് ചോദിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ത്യ സഖ്യത്തെക്കാൾ ഉപരിയായിട്ട് അവിടെ നിലവിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും അഭിലാഷ്. അതായത് 2 ശിവസേനകൾ, അതിൽ ആരാണ് യഥാർത്ഥ ശിവസേന എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. പല സീറ്റുകളിലും ഈ 2 പാർട്ടികൾ തമ്മിലാണ് നേർക്കുനേർ പോരാട്ടം വരുന്നത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. നിലവിൽ യഥാർത്ഥ ശിവസേനയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളതെല്ലാം NDAക്കൊപ്പം നിൽക്കുന്ന ഷിൻഡെ വിഭാഗത്തെയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് ശരത് പവാറും നേരിടുന്നത്. അപ്പോൾ അവരവരുടെ കോട്ടകളിൽ ആര് വിജയിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാവി. ഒപ്പം തന്നെ കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം അടക്കം കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. നാന്ദേദ് അടക്കമുള്ളവ മണ്ഡലങ്ങളിലടക്കം, ലാത്തൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ അവിടങ്ങളിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും കോൺഗ്രസ് ക്യാമ്പ് അവകാശപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് 7 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് മാത്രം മഹാരാഷ്ട്രയിൽ വിജയിക്കുമെന്നാണ്. പക്ഷേ അത് കണ്ടറിയേണ്ട വിഷയമാണ്. അങ്ങനെ ഒരു വിജയം ഉണ്ടായാൽ ഇന്ത്യ മുന്നണിക്ക് ഒരുപക്ഷെ വലിയ നേട്ടം സമ്മാനിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയായി മാറും. മഹാരാഷ്ട്രയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം എന്തായിരുന്നു എന്ന് കൂടി പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിച്ച് പോകേണ്ടതുണ്ട്. അതായത് മഹാരാഷ്ട്ര എന്നത് രാഷ്ട്രീയമായി ഏറെ മാറിമറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്ര ഇത്തവണ എങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഈ എക്സിറ്റ് പോൾ ഫലവും യഥാർത്ഥത്തിൽ പിടിതരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇന്ത്യ സഖ്യത്തിന് കുറഞ്ഞാൽ 15, കൂടിയാൽ 28 എന്ന വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നു. 15 to 28 എന്ന് പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം NDAക്ക് 32 മുതൽ 35 വരെ എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 32 മുതൽ 35 വരെ എന്നുള്ളത് ഒരു സേഫ് ആയ നമ്പർ ആണോ? ഇത്രയും നമ്പറുകളിൽ വിജയിച്ചാൽ ഈ പറയുന്ന 400ലേക്ക് എത്തേണ്ട കണക്കുകൾ, അതായത് മറ്റ് സംസ്ഥാനങ്ങൾ കൂടി അനുകൂലമായാൽ NDAക്ക് ഇത്രയും സീറ്റുകൾ അവിടെ നിന്ന് ലഭിച്ചാൽ മതിയോ? അഭിലാഷ്, 32 മുതൽ 35 എന്ന് പറയുമ്പോൾ താരതമ്യേന മോശമല്ലാത്ത പ്രകടനം എന്ന് പറയാം. പക്ഷേ അധികാരത്തിലെത്താനും ആ നമ്പറുകൾ മതിയാവുമായിരിക്കും. പക്ഷേ അപ്പോൾ പോലും 400 എന്ന നമ്പറിലേക്ക് എത്താൻ ഈ നമ്പറുകൾ മതിയാവില്ല. കാരണം അങ്ങനെ വരുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ വലിയ പ്രകടനം നടത്താത്ത സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇനി കണക്കുകൾ തിരിച്ചാണെങ്കിൽ, അതായത് 28 സീറ്റുകൾ വരെ മഹാസഖ്യം നേടുന്ന സാഹചര്യത്തിലേക്ക്, ഇന്ത്യ സഖ്യം നേടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയായിരിക്കും. ഒരുപക്ഷെ അങ്ങനെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയായിരിക്കും. ഏതായാലും 400 മുകളിൽ എന്ന പ്രകടനത്തിലേക്ക് BJPയെ UP പോലെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയും. 48 സീറ്റുകളുള്ള മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ നിന്ന് എത്ര സീറ്റ് ലഭിച്ചാൽ
ഏതാണ്ട് 400-ലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു ഏകദേശ ധാരണയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എങ്കിൽ ഇനി പോകേണ്ടത് മധ്യപ്രദേശിലേക്കാണ്. മധ്യപ്രദേശും ഹിന്ദി ഹൃദയഭൂമിയുടെ ഭാഗമായി വരുന്ന പ്രദേശം. അവിടെ കോൺഗ്രസിനും ഒരു കാലത്തും അതുപോലെ ഇപ്പോഴുമൊക്കെ സജീവമായി കോൺഗ്രസിനും വലിയ സ്വാധീനമുള്ള സംസ്ഥാനം തന്നെയാണ്. കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും നേർക്കുനേർ പോരാടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണത്. ഇവിടെ 2019 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാ മധ്യപ്രദേശിലെ എക്സിറ്റ് പോൾ ഫലം കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റുകൾ വരെയേ നേടാൻ സാധിക്കൂ, കൂടിയാൽ എന്നുള്ളതാണ് നമ്മുടെ എക്സിറ്റ് പോൾ ഫലം. NDAക്ക് 26 മുതൽ 29 വരെ. ഒരു പക്ഷേ വീണ്ടും തൂത്തുവാരുന്ന സാഹചര്യം മധ്യപ്രദേശിൽ നിന്ന് ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. കൂടുതൽ സീറ്റുകൾ BJP നേടും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ രാകേഷ്, ഈ 400-ലേക്ക് എത്തണമെങ്കിൽ മധ്യപ്രദേശിൽ നിന്നുള്ള പ്രകടനം എപ്രകാരമായിരിക്കണം NDAയെ സംബന്ധിച്ചിടത്തോളം? അഭിലാഷ്, സമീപകാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്തൊക്കെ പോലെ തന്നെ വളരെ സേഫായി BJPക്ക് വലിയ മേധാവിത്വം നൽകുന്ന ഒരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് 2019 കണക്കാണ്. 29-ൽ 28 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിരിക്കുന്നത് 1 സീറ്റാണ്. അതായത് ചിന്ദ്വാഡ മണ്ഡലമാണ് കമൽനാഥിന്റെ മകൻ മത്സരിക്കുന്ന ചിന്ദ്വാഡ മണ്ഡലം. അത് മാത്രമാണ് കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യത്തിന്, അതായത് കോൺഗ്രസിനൊപ്പം നിന്ന് 2014-ൽ 27-2 എന്നിങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ പരാജയപ്പെട്ടു. അങ്ങനെ ഒറ്റ സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനം തന്നെയാണ് മധ്യപ്രദേശ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് 100% കഴിഞ്ഞ സമാനമായ പ്രകടനം ആവർത്തിക്കാൻ കഴിയും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം 2005 മുതൽ ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP ആണ്. ശിവരാജ് സിംഗ് ചൗഹാൻ ഈ സമീപകാലം വരെ മുഖ്യമന്ത്രിയായിരുന്നു. ഇടക്കാലത്ത് 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 വർഷം കമൽനാഥ് മുഖ്യമന്ത്രിയായത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ BJP ആണ് അവിടെ ഭരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ഉപരിയായി BJPക്കൊപ്പം നിൽക്കുന്ന ഒരു ട്രെൻഡ് സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മധ്യപ്രദേശ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP വളരെ ആത്മവിശ്വാസം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോഴും ഏതാണ്ട് സമാനമായ കണക്കുകളിലേക്ക് കാര്യങ്ങൾ. ഒരിക്കൽ കൂടി ആ എക്സിറ്റ് പോൾ ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. എക്സിറ്റ് പോളിൽ ഇത്തവണ സൂചിപ്പിക്കുന്നതും മഹാരാഷ്ട്ര തൂത്തുവാരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. കുറഞ്ഞാൽ പോലും മധ്യപ്രദേശ് തൂത്തുവാരാനുള്ള സാധ്യതയുണ്ട് NDA സഖ്യം എന്നുള്ളതാണ്. കുറഞ്ഞാൽ 3. അതിൽ കൂടുതലൊന്നും തന്നെ BJPക്ക് നഷ്ടമാകാനില്ല എന്നുള്ളതാണ് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ, അതായത് ഈ സീറ്റുകൾ എല്ലാം നിലനിർത്തുന്ന പശ്ചാത്തലമുണ്ട് എങ്കിൽ സ്വാഭാവികമായും BJP പറയുന്നത് പോലെ 400 എന്ന സീറ്റിലേക്ക് എത്തിക്കാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം എന്നതാണ് രാകേഷ് വിലയിരുത്തിയത്. ഇനി ബീഹാറാണ്. ബീഹാറിന്റെ രാഷ്ട്രീയം തീർച്ചയായും അതും ഒരു പരിധിവരെ കലങ്ങി മറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം ആണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ മുതിർന്ന നേതാക്കൾ, ദേശീയ രാഷ്ട്രീയത്തിലടക്കം വളരെ മുതിർന്ന നേതാക്കൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. ഏത് ചേരിയിലാണ് എങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയാൻ ശേഷിയുള്ള നേതാക്കൾ ഉണ്ട് എന്നതാണ്. അവിടെ എന്തായാലും 2019 നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണല്ലോ ER രാകേഷ് ഇപ്പോഴുള്ളത്. NDAക്ക് 400-നപ്പുറത്തേക്ക് എന്ന ഒരു അവകാശവാദം, അല്ലെങ്കിൽ BJPക്ക് അത്തരത്തിലൊരു വലിയ അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോൾ ബീഹാറിൽ നിന്നുള്ള ചിത്രം എന്തായിരിക്കണം? ഇന്ത്യ സഖ്യം ഒരു വലിയ രീതിയിൽ വർക്കൗട്ടായ ഒരു സംസ്ഥാനമാണ് ബീഹാർ. കാരണം മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആ സഖ്യത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ RJD, കോൺഗ്രസ്, ഒപ്പം തന്നെ CPI-ML, CPM, CPI തുടങ്ങിയ കക്ഷികൾക്കൊക്കെ ഇത്തവണ സീറ്റ് നൽകിക്കൊണ്ട് ഒരു വിശാല തലത്തിലാണ് അവിടെ മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഒരു മാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെയും ചിത്രം നൽകുന്നതല്ല. NDAക്കൊപ്പം നിൽക്കുന്ന ഒരു പതിവ് ബീഹാർ ആവർത്തിക്കുന്നു. ഇതാണ് ബീഹാറിന്റെ കണക്ക്. 40 സീറ്റുകളിൽ NDA കഴിഞ്ഞ തവണ വിജയിച്ചത് 39 സീറ്റ്. ഇന്ത്യ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് 1 സീറ്റ്. ഈ ഭൂപടം നോക്കുകയാണെങ്കിൽ ഈ നീല നിറത്തിൽ കാണുന്ന മണ്ഡലം അതാണ് കോൺഗ്രസ് വിജയിച്ച ഏക മണ്ഡലം. RJDക്ക് കഴിഞ്ഞവണ ലാലു പ്രസാദ് യാദവിന്റെ RJDക്ക് കഴിഞ്ഞവണ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. ഇതാണ് കിഷൻഗഞ്ച് മണ്ഡലം. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് കിഷൻഗഞ്ച്. അവിടെ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞ തവണ സാധിക്കുകയും ചെയ്തത് UPA സഖ്യത്തിന്, ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്. പക്ഷേ ഇത്തവണ CPI-ML ഉൾപ്പെടെയുള്ള കക്ഷികൾ വരുമ്പോൾ അത് മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ BJPയെ സംബന്ധിച്ച് അവരുടെ തേരോട്ടം 400-ന് മുകളിൽ എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ പ്രകടനം അവിടെ നടത്തിയേ മതിയാകൂ. അതായത് 39 സീറ്റാണ് കഴിഞ്ഞ തവണ NDA നേടിയത്. അതിന് സമാനമായ പ്രകടനം. BJP 17 അല്ലേ?
BJP 17, JDU മാത്രമാണ് ഒറ്റ സീറ്റിൽ തോറ്റത്. അതായത് കിഷൻഗഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസിനോട് JDU പരാജയപ്പെട്ടിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ രണ്ടു പാർട്ടികളും, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 സീറ്റുകളാണ് രണ്ടു പാർട്ടികളും മത്സരിച്ചത്. രാംവിലാസ് പാസ്വാന്റെ LJPക്ക് അന്ന് 6 സീറ്റുകൾ അവർ നൽകുകയാണ് ചെയ്തത്. ഇത്തവണ LJP 5 സീറ്റുകളിൽ അല്ലെ 5 സീറ്റ് മത്സരം. അങ്ങനെയാണ് ബീഹാറിന്റെ ഒരു ചിത്രം. അതായത് ബീഹാറിൽ വലിയ പ്രതീക്ഷ തന്നെ അർപ്പിക്കുന്നുണ്ട് BJP. അതോടൊപ്പം തന്നെ NDA സഖ്യം എത്ര സീറ്റ് ബീഹാറിൽ നിന്ന് നേടിയാൽ ആണ് ഈ 400 എന്ന അവകാശവാദത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരുന്നത്. വളരെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങൾ, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 400 എന്നതിന് അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ, NDAക്ക് വലിയ കരുത്ത് കാണിക്കണമെങ്കിൽ തീർച്ചയായും ഏറ്റവും പ്രധാനമായും നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിച്ചത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനങ്ങളൊന്നും കൂടുതൽ അംഗങ്ങളെ ലോക്സഭയിലേക്ക് അയക്കുന്ന സംസ്ഥാനങ്ങളല്ല. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തന്നെ നേടാൻ സാധിച്ച, മുഴുവൻ സീറ്റുകളിലും വിജയിക്കാൻ സാധിച്ച ചെറിയ സംസ്ഥാനങ്ങളെന്ന് നമുക്ക് സാങ്കേതികമായി പറയാം. അതിലാദ്യം നമുക്ക് പോകേണ്ടത് ഹരിയാനയിലേക്കല്ലേ രാകേഷ്? തീർച്ചയായും ഹരിയാന BJPയുടെ ഒരു തേരോട്ടം കണ്ട സംസ്ഥാനമാണ് 2019. അതായത് 10ൽ 10 സീറ്റും ഒരുപക്ഷെ BJPയുടെ ചരിത്രത്തിൽ ഹരിയാനയിൽ വലിയ വിജയം ആദ്യമായി അവർ സ്വന്തമാക്കിയതും 2019 അതായത് 10ൽ സീറ്റും വിജയിക്കുന്നു. ഇതാണ് ഹരിയാനയുടെ രാഷ്ട്രീയ ഭൂപടം. എല്ലാ സീറ്റുകളിലും BJP വിജയിച്ചിരിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന പ്രത്യേകത കൂടി ഹരിയാനയ്ക്കുണ്ട്. അങ്ങനെ ഹരിയാനയിൽ ഒരു ക്ലീൻ സ്വീപ്പ് കഴിഞ്ഞ തവണ നടത്തിക്കൊണ്ടാണ് BJP ആ വിജയം നേടിയത്. പക്ഷേ ഇത്തവണ അവിടെ പോകുമ്പോൾ അഭിലാഷ് ചില വിഷയങ്ങൾ അവിടെ വോട്ടിങ്ങിനെ സ്വാധീനിച്ചേക്കാം എന്ന് വിലയിരുത്തപ്പെടുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കർഷക സമരമായിരുന്നു. കാരണം കർഷക സമരം പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് കർഷക സമരം. ഒപ്പം ജാട്ട് വിഭാഗത്തിന് വലിയ അതിർത്തി സർക്കാരിനോട് ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസ് വലിയ രീതിയിൽ അവിടെ പ്രചാരണമൊക്കെ നടത്തുകയും ചെയ്തു, ഒരു തിരിച്ചു പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. കാരണം 2014 കോൺഗ്രസിന് അവിടെ വിജയിക്കാൻ സാധിച്ചു. കൂടുതൽ സീറ്റുകൾ BJPക്കായിരുന്നെങ്കിൽ പോലും കോൺഗ്രസിന് ചില സീറ്റുകൾ വിജയിക്കാൻ സാധിച്ചിരുന്നു. അന്ന് INLDയും അവിടെ വിജയിക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ 2019 സമാനമായ പ്രകടനം BJPക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അടുത്ത സംസ്ഥാനം എന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റുകൾ ആണ് ഉള്ളത്. നമുക്ക് ഹരിയാനയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഡൽഹി കൂടി പരിശോധിക്കുമ്പോൾ 7 സീറ്റുകൾ ഉള്ള ഡൽഹിയിൽ ഇത്തവണയും അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായാൽ ഈ നേട്ടത്തിലേക്ക് എത്താൻ പറ്റുമോ രാകേഷ്? ഡൽഹി ഏറ്റവും പ്രധാനമാകുന്നത് നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം സൂചിപ്പിക്കുമ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതേ അരവിന്ദ് കെജ്രിവാൾ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വളരെ സജീവമായതിനു ശേഷം തിരികെ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ വലിയൊരു പ്രതീക്ഷയോടെയും ആത്മവിശ്വാസത്തോടെയും പോകാൻ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടോ രാകേഷ്? അഭിലാഷ്, ഏതായാലും ഇന്ത്യ സഖ്യം എന്ത് സംഭവിക്കും? കാരണം ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ഫലപ്രദമായി ആ സഖ്യം ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഡൽഹി. കാരണം ആം ആദ്മി പാർട്ടി ആദ്യം 4 സീറ്റ് അവകാശപ്പെടുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അത് അംഗീകരിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ 15 വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് അധികാരത്തിന് പുറത്താക്കിയ കേജ്രിവാളുമായി അവർ കൈകൊടുക്കുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ നീക്കത്തിന് വേദിയായ ഒരു സംസ്ഥാനമാണ് ഡൽഹി. ആ ഡൽഹി 2014ലും 19ലും 7 പിന്തുണച്ചത് BJP ആയിരുന്നു. 50% മുകളിലാണ് കഴിഞ്ഞ തവണ അവിടെ BJP നേടിയ വോട്ട് എന്ന് കൂടി ഓർക്കണം. പക്ഷേ ഇത്തവണ 2 പാർട്ടികളും ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നൊരു ആകാംക്ഷ രാഷ്ട്രീയ രംഗത്തുണ്ട്, പ്രത്യേകിച്ച് ചർച്ചകളിലുണ്ട്. അപ്പോൾ BJPയുടെ കോട്ട ഇളക്കാൻ ഈ സഖ്യത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ BJP ആകട്ടെ ചില മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തി, ഒരു മനോജ് തിവാരി ഒഴികെ മറ്റുള്ളവരെയൊക്കെ സ്ഥാനത്ത് മാറ്റി. അപ്പോൾ BJPയുടെ കോട്ട ഇളക്കാൻ കഴിയുമോ? ഡൽഹി എന്ന ലോക്സഭയിലേക്ക് BJPയെ പിന്തുണയ്ക്കുന്ന കോട്ട ഇളക്കാൻ കഴിയുമോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. എക്സിറ്റ് പോളുകൾ ചിലയിടങ്ങളിലെങ്കിലും 2 സീറ്റുകളൊക്കെ ഇന്ത്യ സഖ്യത്തിൽ. നമുക്ക് ആ എക്സിറ്റ് പോൾ ഫലം കൂടി ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ. ഡൽഹിയിൽ ഇത്തവണ കാര്യമായ മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ്. 2 സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചേക്കാം എന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ട്. രാകേഷ് സൂചിപ്പിച്ചതുപോലെ 7 ലോക്സഭാ സീറ്റുകളിൽ 6 ഇത്തവണ BJP പുതുമുഖങ്ങളെയാണ് പരീക്ഷിക്കുന്നത്. ഒരു പക്ഷേ BJP തൂത്തുവാരാം, 7 സീറ്റ് വരെ നേടാം. കുറഞ്ഞാലും 2 സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്നത് തന്നെയാണ് എക്സിറ്റ് പോളിലും പ്രകടമാകുന്നത് രാകേഷ്.
ഇനി നമുക്ക് അടുത്ത സംസ്ഥാനം കൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇനിയിപ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് പോലെയുള്ളതാണ്. ഈ നോർത്ത് ഈസ്റ്റ് കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകണ്ടേ രാകേഷ്? അതായത് പൊതുവെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു സ്വഭാവം ഇപ്പോൾ BJPയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒന്നാണല്ലോ. ടോട്ടൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളെ പരിശോധിക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റമോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അഭിലാഷ്, പൊതുവെ ഒരു കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന നോർത്ത് ഈസ്റ്റിലേക്ക് BJP കടന്നു കയറുന്നത് കൃത്യമായി പറഞ്ഞാൽ 2014 വിജയത്തിന് ശേഷമാണ്. അതായത് 2014 അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന ഓരോ സംസ്ഥാനങ്ങളും BJP പിടിച്ചടക്കുന്നത്. പിന്നീട് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുന്നത് കണ്ടു. ഇപ്പോൾ അസം അവിടുത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയാവുന്ന സംസ്ഥാനം അസമാണ്. അസമിൽ മൊത്തം 14 സീറ്റുകൾ. അതിൽ NDA സഖ്യം കഴിഞ്ഞ തവണ നേടിയത് 9 സീറ്റ്, ഇന്ത്യ സഖ്യത്തിന് 3 സീറ്റ്, മറ്റുള്ളവർ 2 സീറ്റിൽ. അതായത് വലിയൊരു മുന്നേറ്റം കഴിഞ്ഞ തവണയെ അസമിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു BJP. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അവിടുത്തെ പ്രചാരണം നയിക്കുന്നത്. അത് അസമിൽ മാത്രമല്ല, നോർത്ത് ഈസ്റ്റിലെ മൊത്തം BJPയുടെ നിയന്ത്രണം നടത്തുന്നത് ഹിമന്തയാണ്. അപ്പോൾ ആ ഒരു പ്രകടനം അസമിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് BJPയെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം അവിടെ 9 സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് അവരുടെ ഈ പ്രഖ്യാപിത നയം, അത് ലക്ഷ്യം 400 സീറ്റ് എന്നതിലേക്ക് എത്തിച്ചേരാനുള്ള കാര്യങ്ങളിലേക്ക് വളരെ. എന്തായാലും നമുക്ക് അസമിലെ ഉദാഹരിച്ചുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിനെ ഞങ്ങൾ പൊതുവെ അടയാളപ്പെടുത്തുന്നത് എങ്കിൽ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം എന്നത് പശ്ചിമ ബംഗാൾ എന്നതാണ്. അവിടെ ദീദിയുടെ കരുത്തുറ്റ പോരാട്ടം നടത്തുമ്പോൾ ദീദിക്കെതിരായ ജനവികാരം ഉണ്ട്. ആ ജനവികാരത്തെ അടക്കം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. എങ്കിലും BJP ഒരു ഘട്ടത്തിൽ നടത്തിയതുപോലെ ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ആണോ ഈ ഇലക്ഷൻ സമയത്ത് നടന്നത് എന്നതിൽ സംശയമുണ്ട്. അവിടെ രാകേഷിന്റെ ഒരു വിലയിരുത്തൽ, അതായത് ബംഗാൾ എന്നത് ഈ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു പ്രതീക്ഷിക്കാത്തതിനേക്കാൾ മികച്ചൊരു നേട്ടമാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ നടത്തിയത് എന്ന് തോന്നുന്നു. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചാലാണോ ഈ 400ലേക്ക് BJPക്ക് എത്താൻ സാധിക്കും? അഭിലാഷ്, ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ BJPയുടെ തന്ത്രം 2014 നേടിയ സീറ്റുകളിൽ ചിലതൊക്കെ നഷ്ടപ്പെടാം. അപ്പോൾ ആ നഷ്ടപ്പെടുന്ന സീറ്റിന് പകരമായി മറ്റിടങ്ങളിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം BJPക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ BJP മുന്നേറ്റം നടത്തിയ 2 സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പശ്ചിമ ബംഗാളും രണ്ടാമത്തെ സംസ്ഥാനം ഒഡീഷയുമാണ്. കാരണം ബംഗാളിൽ 2 സീറ്റ് ഉണ്ടായിരുന്ന BJP അവിടെ നിന്നാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ പ്രതീക്ഷിക്കാത്തൊരു മുന്നേറ്റം. അതായത് 18 സീറ്റ്, 40% വോട്ട്, ഇപ്പം തന്നെ 18 സീറ്റ് എന്ന കണക്കിലേക്ക് പോയത്. ഇതാണ് ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടം. പ്രത്യേകിച്ച് ഈ തെക്കൻ ബംഗാളിൽ പൂർണ്ണമായും BJP വിജയിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റിലേക്ക് ഒതുങ്ങുന്നു, BJP 18 സീറ്റുകൾ നേടുന്നു, കോൺഗ്രസ് 2 സീറ്റുകൾ വിജയിക്കുന്നു, CPM ഒറ്റ സീറ്റിലും വിജയിക്കാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോൾ ബംഗാളിൽ ഇത്തവണ ശ്രദ്ധേയമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പാണ് പൗരത്വ നിയമം നടപ്പാക്കുന്നത്. ബംഗാളിലെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പാണ് ബംഗാളിൽ ഇത്തരത്തിൽ പൗരത്വം നൽകുന്നത്. അപ്പോൾ ഈ പൗരത്വം അടക്കമുള്ള വിഷയങ്ങൾ ബംഗാളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് നിർണായകമായ കാര്യമാണ്. അപ്പോൾ പോലും അവിടെ നേർക്കുനേർ പോരാട്ടം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലാണെന്ന കാര്യവും മറക്കാൻ കഴിയില്ല. ഒപ്പം ഒഡീഷയിലേക്ക് പോകുമ്പോൾ അവിടെ നവീൻ പട്നായക് BJDയുമായി ബന്ധപ്പെട്ടും അടക്കമൊക്കെയുള്ള വലിയ സീറ്റ് ചർച്ചകൾ, ധാരണകൾ, അതിനുള്ള ശ്രമങ്ങൾ, പിന്നീട് നടന്നിട്ടുള്ള ഈ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളെ അടക്കം മുതലെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് വരുത്താനുള്ള ശ്രമം, അങ്ങനെ ഒഡീഷയിലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ സ്വാധീനം എന്ന നിലയിൽ, അല്ലെങ്കിൽ മികച്ച വിജയം എന്നൊരു ലക്ഷ്യമുണ്ടല്ലോ, അത് നേടുക എന്നത് എത്രത്തോളം ശ്രമകരമാണ്? അത് നേടിയാൽ മാത്രമല്ലേ ഈ പറയുന്നത് പോലുള്ള ഒരു കൗണ്ടിലേക്കൊക്കെ എത്താൻ BJPക്ക് സാധിക്കും? അതെ അഭിലാഷ്, കഴിഞ്ഞ തവണ നേടിയ അല്ലെങ്കിൽ വിജയിച്ച സീറ്റുകൾ നിലനിർത്തുക, ഒപ്പം തന്നെ നേടാൻ കഴിയാതെ പോയ സീറ്റുകൾ നേടുക, അങ്ങനെ കണക്കൂട്ടുമ്പോൾ അതിൽ നിർണായകമാവുന്ന 2 സംസ്ഥാനങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് പശ്ചിമ ബംഗാൾ ആയിരുന്നു, അതിപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സംസ്ഥാനം ഏതായാലും ഒഡീഷയാണ്. ഒഡീഷ നോക്കുമ്പോൾ 21 സീറ്റ്, കേരളത്തെക്കാൾ 1 സീറ്റ് അധികം. അതിൽ ബിജു ജനതാദൾ 12 സീറ്റ് കഴിഞ്ഞ തവണ നേടിയിരിക്കുന്നു, BJP 8 സീറ്റ്, ഇന്ത്യ അതായത് കോൺഗ്രസ് 1 സീറ്റിൽ വിജയിച്ചു. ആലോചിക്കണം, 2014 ഇത് 20 സീറ്റിൽ ബിജു ജനതാദൾ, BJP 1 സീറ്റ് എന്നിങ്ങനെയായിരുന്നു സാഹചര്യം. അവിടെ നിന്ന് 7 സീറ്റ് വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചു. പക്ഷേ ഇത്തവണ ഏതായാലും BJP അവിടെ പ്രതീക്ഷ വയ്ക്കുന്നത് 2 ഡിജിറ്റ് നമ്പറാണ്. ഒരുപക്ഷെ ബിജു ജനതാദളിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJP നേടുമെന്ന അവകാശവാദം പോലും മോദി തന്നെയായിരുന്നു പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. നവീൻ പട്നായിക്കിനെ നേരിടാൻ മോദി എന്നതായിരുന്നു അവരുടെ തന്ത്രവും.
അതെ, മോദി പ്രചാരണം നയിച്ചു. ഒപ്പം തന്നെ നവീൻ പട്നായിക്കിന് ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒപ്പം ശരി. ഒഡിയ വികാരം അവിടെ ആളിക്കെത്തിക്കാൻ ശ്രമിച്ചു. അതായത് VK പാണ്ഡ്യനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കാൻ ശ്രമം നടത്തുന്ന പ്രചാരണം പോലും അവസാന ഘട്ടത്തിൽ BJP ഉയർത്തി. BJP അധികാരത്തിൽ വന്ന ഒഡീഷ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നായിരുന്നു അവരുടെ വാഗ്ദാനം. അങ്ങനെ ഒരാൾ എന്തിന് എന്നുള്ളതായിരുന്നു ചോദ്യം. റൈറ്റ്. ഒഡീഷയിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് സമയപരിമിതി മൂലമാണ് ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു. കാരണം ഇനി നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് 400-ന് മുകളിൽ എങ്ങനെ എത്താമെന്നുള്ളതാണ്. കുറഞ്ഞാൽ എവിടെ വരെ പോകും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഒടുവിലായി പരിശോധിക്കേണ്ടത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ കൂടി ചിത്രം തെളിയുമ്പോൾ ആണ് ഞങ്ങൾ എടുത്തു പറയുന്നു, ഇപ്പോൾ മുന്നോട്ട് വെച്ച പ്രേക്ഷകരുമായി സംബന്ധിച്ച ഈ സംസ്ഥാനങ്ങളിൽ BJPക്ക് കൃത്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമാണ് 400 എന്ന ആ സംഖ്യയിലേക്ക്, അവകാശവാദത്തിലേക്ക് എത്താൻ സാധിക്കൂ. അവിടെ ആന്ധ്രാപ്രദേശ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ആന്ധ്രാപ്രദേശ് മൊത്തം 25 സീറ്റ്. അതിൽ YSR കോൺഗ്രസിന്റെ ഒരു തൂത്തുവാരൽ കഴിഞ്ഞ് നമ്മൾ കണ്ടു. 22 സീറ്റ് YSR കോൺഗ്രസ് വിജയിച്ചു. TDP 3 സീറ്റ് വിജയിച്ചു. NDA എന്ന് കാണിച്ചിട്ടുള്ള TDP ആണ്. TDP അന്ന് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിൽ NDAയുടെ ഭാഗമാണ്. 2014 ഇതേ സമാനമായ രീതിയിലുള്ള സഖ്യം അവിടെ ഉണ്ടായിരുന്നു. TDPയും BJPയും സഖ്യമായിരുന്നു. അന്ന് ആ സഖ്യത്തിന്റെ നേട്ടം BJP അനുഭവിച്ചതാണ്. 3 സീറ്റ് അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ സഖ്യമില്ലാതെ മത്സരിച്ച 2019 BJPക്ക് ഒറ്റ സീറ്റും വിജയിക്കാൻ സാധിച്ചില്ല. ഇത്തവണ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതെ, കാരണം അവിടെ 3 പാർട്ടികളുടെ സഖ്യം വരുന്നു. ഒന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ TDP, രണ്ടൊന്ന് പവൻ കല്യാണിന്റെ പാർട്ടിയായ ജനസേന പാർട്ടി, 3 BJP. അപ്പോൾ ഈ 3 പാർട്ടികൾ ചേരുമ്പോൾ അവിടെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് എക്സിറ്റ് പോളുകൾ അടക്കം സൂചിപ്പിക്കുന്നത്. TDP വലിയ പ്രതീക്ഷയും ഏതായാലും ഈ ഘട്ടത്തിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അത് പാച്ചപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം NDA സംബന്ധിച്ച് ആന്ധ്രയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. റൈറ്റ്. അതായത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ബീഹാർ, ഹരിയാന, ഡൽഹി, അതോടൊപ്പം തന്നെ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വ്യക്തമായ മേൽക്കൈ, കൃത്യമായ തരംഗങ്ങൾ ഉണ്ടായാൽ, അതിൽ ആന്ധ്രാപ്രദേശിൽ അങ്ങനെ വലിയ തരംഗത്തിലേക്ക് പോകണം എന്നില്ല, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്കിലും കൃത്യമായ തരംഗം ഉണ്ടായാൽ, അതിശക്തമായ ഒരു കാറ്റ് NDAക്ക് അനുകൂലമായ തരത്തിൽ ആഞ്ഞടിച്ചാൽ മാത്രമേ BJPയെ സംബന്ധിച്ചിടത്തോളം 400 എന്ന സംഖ്യയിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് വേണം ഈ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ BJP 400-ന് അപ്പുറത്തേക്ക് എത്താനുള്ള സാധ്യത കണക്കുകൂട്ടൽ എങ്ങനെ എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ BJPക്ക് എവിടെയൊക്കെ തിരിച്ചടി നേരിട്ടാലും എവിടെ വരെ അത് എത്തി നിൽക്കാം എന്ന ഒരു ഡേറ്റയിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത്. അതായത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ച ഡേറ്റകൾ ഞങ്ങൾ നേരത്തെ തന്നെ പങ്കുവച്ചു. അതിൽ തന്നെ ആശയക്കുഴപ്പം ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്നത് മഹാരാഷ്ട്രയാണ്. നമ്മൾ നേരത്തെ മഹാരാഷ്ട്രയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് നിലയിലാണ് മഹാരാഷ്ട്രയിൽ പ്രതീക്ഷ വയ്ക്കുന്നത് എന്നതാണ് രാകേഷ് പരിശോധിച്ചത്. അതേസമയം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയും ഇതേ മഹാരാഷ്ട്രയിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അത് ഏത് തരത്തിലായിരിക്കും ഉണ്ടാവുക, അത് ഏത് നിലയിലായിരിക്കും BJPയുടെ സീറ്റ് എണ്ണത്തിൽ കുറവ് വരുത്തുക? അഭിലാഷം, 400-ന് മുകളിൽ സീറ്റുകൾ BJP അവകാശപ്പെടുന്നു. എക്സിറ്റ് പോളുകളിൽ 3 എണ്ണമെങ്കിലും 400 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്ന് പറയുന്നു. ഭൂരിപക്ഷം സർവേകളും 350 സീറ്റിനടുത്ത് വരെ NDAക്ക് പറയുന്നു. അപ്പോൾ പോലും 272 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം താഴേക്ക് BJP പോയേക്കാം എന്ന് പറയുന്ന നിരീക്ഷകരുമുണ്ട്. നമ്മൾ ഈ ഘട്ടത്തിൽ അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം റിസൾട്ട് വരുന്നത് മറ്റന്നാൾ മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിർണായകമാകുന്ന 2 സംസ്ഥാനങ്ങൾ ഒരുപക്ഷെ അഭിലാഷ് സൂചിപ്പിച്ചു. ഒന്ന് മഹാരാഷ്ട്രയായിരിക്കാം, 2 ബീഹാർ ആയിരിക്കാം. ഒന്ന് മഹാരാഷ്ട്ര എടുക്കുമ്പോൾ 48 സീറ്റുകൾ. അവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ അവിടെ സർക്കാർ മറ്റും നിലവിൽ ഭരിക്കുന്ന കക്ഷിയാണ്. ഒപ്പം തന്നെ ഈ സഖ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യം, അവിടെ 3 പാർട്ടികൾ, പ്രധാനമായും 3 പാർട്ടികളായി മത്സരിക്കുന്നു. അതിൽ തന്നെ ആരാണ് യഥാർത്ഥ പാർട്ടികൾ എന്ന ചോദ്യം അവിടെ ഉയരുകയും ചെയ്യുന്നു. മാത്രമല്ല പരമ്പരാഗതമായി ഈ പാർട്ടികൾക്കൊക്കെ അവിടെ വേരുണ്ട്. 2014-ന് ശേഷമാണ് BJP അവിടെ ഒരു വലിയ ഫോഴ്സായി മാറുന്നത്. അതുവരെ തുടർച്ചയായി കോൺഗ്രസും NCPയും ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. അപ്പോൾ അവിടങ്ങളിൽ എന്ത് ചലനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് നിർണായകമാണ്. ചില എക്സിറ്റ് പോളുകൾ എങ്കിലും
ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷകൾക്ക് വക നൽകുന്നുണ്ട്. അങ്ങനെ 25 സീറ്റ് അവിടെ ഇന്ത്യ സഖ്യം നേടുകയാണെങ്കിൽ, എക്സിറ്റ് പോളുകൾ പറയുന്ന പോലെ ആ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം എത്തുകയാണെങ്കിൽ BJPക്ക് അത് ചെറിയ തിരിച്ചടിയും ആയിരിക്കില്ല, ഇന്ത്യ സഖ്യത്തിന് വലിയ നേട്ടവുമായി മാറും. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിപ്പത്തിൽ രണ്ടാമത് നിൽക്കുന്ന സംസ്ഥാനം. നമുക്ക് ആ ഡേറ്റയിലേക്ക് കൂടി പോകണമെങ്കിൽ വളരെ പെട്ടെന്നൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കൽ കൂടി ആ ഡേറ്റ പങ്കുവയ്ക്കാം. അതെ, ഇതാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭൂപടം. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ 42. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം, അതായത് കോൺഗ്രസ് 1, NCP 1, മറ്റുള്ളവർ 1 എന്നിങ്ങനെയായിരുന്നു ആ ടാലി. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ആ 9-ൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടം അവിടെ ഉണ്ടാകണം. കുതിച്ചാട്ടം ഉണ്ടാകുമെന്നാണ് ചില എക്സിറ്റ് പോളുകളിൽ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ സഖ്യം ആ ഒരു പ്രതീക്ഷയും വെക്കുന്നുണ്ട്. 20-ന് മുകളിൽ സീറ്റുകൾ നേടാം. കോൺഗ്രസ് തന്നെ ഉറപ്പിച്ച് പറയുന്നു അവർക്ക് 7 സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് നേടുമെന്നാണ്. അവിടെ ശിവസേന കൂടുതൽ സീറ്റുകൾ മത്സരിക്കുന്നത്, താരതമ്യേന കുറവ് സീറ്റിൽ മത്സരിക്കുന്നത് ശരത് പവാറിന്റെ NCP ആണ്. എങ്കിൽ പോലും ശരത് പവാർ അവരുടെ കോട്ടകളിൽ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ പുലർത്തുകയും ചെയ്യും. തീർച്ചയായും മറാത്ത വാദം എന്നത് നേരത്തെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞു ഒന്നാണ്. മറാഠ ജനതയുടെ മനസ്സിലിരിപ്പ് എന്ത് എന്നത് ആ പ്രദേശത്ത് കൃത്യമായി പൾസ് അറിയാവുന്നവർക്ക് മാത്രമേ വായിച്ചെടുക്കാൻ സാധിക്കൂ. മറ്റ് മാധ്യമപ്രവർത്തകരുടെ നിരീക്ഷണങ്ങൾ പോലും ശരിയാകണമെന്നില്ല. കാരണം അത്തരത്തിലൊരു വൈകാരികമായ ഒരു ജനതയാണ് മറാത്തിയിലേത് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഡേറ്റ ഞങ്ങൾക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ഒപ്പം രാകേഷ് തന്നെ സൂചിപ്പിച്ചു 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അടുത്തത് ബീഹാർ ആണ് എന്ന്. നമ്മൾ നേരത്തെ ബീഹാറിൽ ഏത് തരത്തിലാകാം BJPക്ക് നേട്ടമുണ്ടായാൽ പ്രതിഫലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ തിരിച്ചടിയുണ്ടായാൽ അത് ഏത് നിലയിലാകാം, ഏത് തരത്തിൽ ആകാം അത് BJPക്ക് തിരിച്ചടിയാകാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് ഏത് തരത്തിലാണ്? അഭിലാഷ്, പ്രത്യേകിച്ച് ബീഹാറിൽ നേരത്തെ പറഞ്ഞ പോലെ മഹാസഖ്യം, വലിയ പാർട്ടികൾ, ഇടതു പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു സഖ്യമാണ് RJD നയിക്കുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഈ മുന്നേറ്റത്തിൽ BJPയുടെ മുന്നേറ്റത്തിൽ നിർണായകമായ ഒരു സംസ്ഥാനമാണ് 40 സീറ്റുകളുള്ള ബീഹാർ. പക്ഷെ അവിടെ ഇത്തവണ ഉറപ്പായും 15 സീറ്റുകളിൽ മുകളിൽ നേടുമെന്നൊരു അവകാശവാദം ഏതായാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴായിരിക്കും അത് BJPക്ക് വലിയ ക്ഷീണമുണ്ടാക്കുക. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ കിഷൻഗഞ്ച് കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച മണ്ഡലമാണ്. കട്ടിഹാർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സ്വാധീന മേഖലകളുണ്ട്. ആ മണ്ഡലങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് ഇത്തവണ നിർണായകമായ കാര്യമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒവൈസിയുടെ പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി അവിടെ RJD ആയിരുന്നു. അന്ന് AIMIM എന്ന് പറയുന്ന ഒവൈസിയുടെ പാർട്ടി പല മേഖലകളിലും വോട്ട് പുലർത്തിയത് വലിയ രീതിയിൽ തിരിച്ചടിയായിരുന്നു. അവർ നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയും 5-ന് മുകളിൽ MLA-മാരെ വിജയിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ചെറു പാർട്ടികളൊക്കെ പിടിക്കുന്ന വോട്ടുകൾ ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ NDAക്ക് കഴിഞ്ഞ തവണത്തെ ഒരു പ്രകടനം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് NDAയുടെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല 400-ന് മുകളിൽ സീറ്റ് എന്ന നിലയിൽ അത് പരിങ്ങലിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും ഒരുമിച്ചാണ് BJPയെയും NDA സഖ്യത്തെയും ഒക്കെ എതിർക്കുന്നത് എന്ന പ്രത്യേക പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മൾ BJP 400-ലേക്ക് എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നത് കർണാടകം ആണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതേ കർണാടകത്തിൽ പക്ഷേ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായാൽ ഈ പറയുന്ന 400-ലേക്ക് എത്തില്ല. അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനുമാകില്ലല്ലോ രാകേഷ്? അതെ അഭിലാഷ്, കർണാടകം നിർണായകമാകുന്നത് അവിടെയാണ്. കാരണം BJP കർണാടകത്തിൽ കൂടുതൽ സീറ്റുകൾ നേടും, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് അവകാശപ്പെടുമ്പോൾ BJPക്ക് അതിൽ ഏറ്റവും നിർണായകമാകുന്ന സംസ്ഥാനം കർണാടകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഇത്തവണ അവർ ഒരു അലയൻസായി മത്സരിക്കുന്നു, JDS-മായി മത്സരിക്കുന്നു. പരമ്പരാഗതമായി ഈ ഓൾഡ് മൈസൂർ മേഖലയിൽ വലിയ സ്വാധീനം JDS-നുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് JDS-നെ ഇത്തവണ ഒപ്പം കൂട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 25 എന്ന് പറയുന്നത് അവരുടെ റെക്കോർഡ് ഫിഗർ ആയിരുന്നു. പക്ഷേ ആ പ്രകടനം ഏതായാലും ഇത്തവണ നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ പ്രകടനം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് BJPക്ക് ദേശീയ തലത്തിൽ മാത്രമല്ല കർണാടകത്തിലും നൽകുന്ന ആത്മവിശ്വാസം വലുതായിരിക്കും. അതല്ല ഉത്തരമെങ്കിൽ കർണാടക രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്കും അത് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യെഡിയൂരപ്പയുടെ ഏകാധിപത്യം ഉണ്ട് എന്ന് നിലവിൽ തന്നെ ചില നേതാക്കളെങ്കിലും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യത്തിന് ശക്തി ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയും. അതോടൊപ്പം ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് തന്നെ വീണ്ടും തിരികെ എത്തുമ്പോൾ അവിടെ ഈ കർഷക പ്രതിഷേധങ്ങൾ കൊണ്ടുമൊക്കെ ശ്രദ്ധേയമാകുന്ന, അതായത് ഡൽഹിയിലായിരുന്നു വലിയ പ്രതിഷേധം നടന്നത്, പഞ്ചാബിൽ നിന്നുള്ള കർഷകരായിരുന്നു അധികമെങ്കിലും അതിന്റെ പ്രതിഫലനം ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷിക്കപ്പെടുന്ന മറ്റൊരു ഇടം കൂടിയാണ് ഹരിയാനയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. 10-ൽ 10 നേടിയാൽ മാത്രമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം 400 എന്നതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ അപ്രതീക്ഷിതമായി തിരിച്ചടി ഒരു പക്ഷേ
ഉണ്ടായേക്കാമോ എന്ന സംശയമുണ്ട്. അതായത് അതുകൊണ്ടുകൂടി നമുക്ക് അതുകൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ രാകേഷ്. അതെ അഭിലാഷ്, ഹരിയാനയിൽ ആണ് 10-ൽ 10 നേടിയത്. ആ സീറ്റുകൾ 10-ൽ 10 നേടാൻ കഴിയുമോ എന്ന സംശയം BJP കേന്ദ്രങ്ങൾക്ക് പോലുമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ഒന്ന്, കർഷക സമരം. രണ്ട്, ജാട്ട് വിഭാഗം വലിയ സ്വാധീന ശക്തിയാണ് ഹരിയാനയിൽ. അവർക്ക് ആ വിഭാഗത്തിനുണ്ടായ അതൃപ്തി അത് വോട്ടിങ്ങിൽ ബാധിച്ചാൽ ഹരിയാനയിൽ സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴായിരിക്കും അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ക്ലീൻ സ്വീപ്പ് നേടിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, അതായത് UP-യിൽ ക്ലീൻ സ്വീപ്പ് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും 64 സീറ്റുകൾ NDA വിജയിച്ചു. ഡൽഹി, ഹരിയാന, ഒപ്പം തന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്താലാണ് ഈ 272 എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അതിന് താഴേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലുള്ളത്. അപ്പോൾ പോലും നമുക്ക് BJP-യെ തള്ളിക്കളയാൻ കഴിയില്ല അഭിലാഷ്. കാരണം ബിജു ജനതാദൾ, ഒപ്പം തന്നെ ജഗൻമോഹൻ റെഡ്ഡി തുടങ്ങിയ കക്ഷികൾ ഒപ്പം നിർത്തിക്കൊണ്ടൊരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്ന് പോകും. രാഷ്ട്രീയമായതുകൊണ്ട് എന്തും സംഭവിക്കാം. 2004-ലൊക്കെ നമ്മൾ ഇത്തരം എക്സിറ്റ് പോളുകളൊക്കെ കണ്ടതാണ്. എങ്കിൽ പോലും BJP തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിൽ, അങ്ങനെ സീറ്റുകൾ 272-ന് കുറഞ്ഞാൽ പോലും കേന്ദ്രത്തിൽ BJP തന്നെ വരാൻ തന്നെയാണ് തീർച്ചയായും 400-ലധികം സീറ്റുകൾ എന്ന അവകാശവാദവുമായിട്ടാണ് BJP തെരഞ്ഞെടുപ്പിന് നേരിട്ട് തുടങ്ങിയത് എങ്കിൽ പിന്നീട് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അതിൽ താഴെയായിരിക്കും BJP-ക്ക് എന്ന് ബഹുഭൂരിപക്ഷവും പറയുന്നു. ഒരു പക്ഷേ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ എവിടെ വരെ കുറയാം എന്നുകൂടിയാണ് ഞങ്ങൾ പരിശോധിച്ചത്. രാകേഷ്, നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എവിടെ കുറയുന്നു എന്നതാണല്ലോ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴും രാകേഷ് പറയുന്നതനുസരിച്ച് ഏതാണ്ട് 270 വരെയൊക്കെ കുറയാമെന്ന് പറയുമ്പോൾ പോലും മറുഭാഗത്ത് 230-40 എന്നതിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു ടോട്ടൽ ഫിഗർ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എവിടെയാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുന്നത്? അഭിലാഷ്, ഇന്നലെ യോഗത്തിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ഡൽഹിയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞത് 295 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ്. അതായത് വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണി ഏതൊക്കെ സ്ഥലങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ മുന്നണിക്ക് നിലവിൽ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ എടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സംസ്ഥാനം കേരളം കഴിഞ്ഞാൽ പഞ്ചാബിലാണ്. കേരളത്തിൽ 19 സീറ്റ് UDF വിജയിക്കുമ്പോൾ പഞ്ചാബ് എടുക്കുകയാണെങ്കിൽ പഞ്ചാബിൽ 13-ൽ 8 വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അപ്പോൾ ഇത്തവണ അവിടെ ആം ആദ്മി പാർട്ടിയായാണ് മത്സരം. അപ്പോൾ പോലും അത് ഇന്ത്യ സഖ്യത്തിന്റെ അക്കൗണ്ടിൽ വരും. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലും എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നിർണായകമാണ്. ഒപ്പം ഇതിപ്പോൾ LDF-ന് നേട്ടമുണ്ടായാൽ പോലും കേരളം എന്ന് പറയുന്നത് LDF-നാണ് നേട്ടമെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ ക്രൂഷ്യലാവുന്ന സംസ്ഥാനങ്ങൾ അങ്ങനെ വരുമ്പോൾ മഹാരാഷ്ട്രയും ബീഹാറുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 40 സീറ്റുണ്ട് ബീഹാറിൽ. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ 48 സീറ്റ്. ഒപ്പം ഹരിയാനയിലും വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യം. 10 സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെ ആ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യ സഖ്യത്തിന് നേട്ടമാണ്. ഒപ്പം തന്നെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം എന്ത് നേടും എന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഇതിനു പുറമെ ഹിമാചൽ അടക്കം ചെറിയ സംസ്ഥാനങ്ങൾ 4ഉം 5ഉം സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിന് ഉണ്ട് താനും. അങ്ങനെയായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഏതായാലും പ്രതീക്ഷകൾ പുലർത്തുന്നത്. അപ്പോൾ പോലും കോൺഗ്രസ് അവകാശപ്പെടുന്നത് അവർക്ക് ചുരുങ്ങിയത് 100 സീറ്റുകളെങ്കിലും വിജയിക്കാൻ സാധിക്കുമെന്നാണ്. ഏതായാലും ഇനി വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും ആ കാര്യങ്ങളിലേക്ക് എന്താണ് അന്തിമ വിധിയെന്ന് അറിയാനിരിക്കുന്നത്. തീർച്ചയായും രാകേഷ് സൂചിപ്പിക്കുന്ന പോലെ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഇത്തരം കണക്ക് കൂട്ടലുകൾക്ക് ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ വോട്ടെണ്ണി തുടങ്ങുന്നു. പിന്നീട് ജൂൺ 4-ന് ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ എന്താണ് ഇന്ത്യ വിധി എഴുതിയത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു ചിത്രം തെളിയും. തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും തുടരും. ഇലക്ഷൻ കാൽക്കുലേറ്റർ പൂർണ്ണമാകുന്നു. നമസ്കാരം.